യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 117 ഭാഗത്തിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഈ നാളുകളിൽ ചിന്തിക്കുന്നത് ആത്മാവിലുള്ള വരം, 6ാമത്തെ വരം പ്രവചന വരമാണ്. പൗലോസ് പറയുന്നത് പ്രവചന വരം വിശേഷാൽ വാഞ്ചിപ്പീൻ. 1 കൊരിന്ത്യർ 14 അതെടുത്തു പറയുന്നുണ്ട് പൗലോസ്. 1 കൊരിന്ത്യർ 14:39 അതുകൊണ്ട് പ്രവചന വരം വാഞ്ചിപ്പീനെന്ന് പിന്നെയും എടുത്തു പറയുന്നു. അനേകരെ വിചാരിച്ചിരിക്കുന്നത് അന്യഭാഷ പറഞ്ഞതിന് ശേഷം സംസാരിക്കുന്നത് മാത്രമാണ് പ്രവചനമെന്ന് ചിന്തിക്കുന്നുണ്ട്. പ്രവചനം എന്തിനെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രം ഈ കാര്യം തെളിയിക്കുന്നു. 1, ആത്മീക വർധനവ്. പ്രവചനം എന്ന് പറയുന്നത് വർധനവാണ്, ആത്മീക വർധനവ്. 2ാമത്തേത് പ്രബോധനം, പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജനത്തിന് പ്രോത്സാഹനം നൽകുക. 3ാമത് ആശ്വാസത്തിനായും. ഇത് മനസ്സിലാക്കണം. എങ്കിൽ 1 കൊരിന്ത്യർ 14:31 നാം എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുന്നതിനും നിങ്ങൾ ഓരോരുത്തരായി പ്രവചിക്കുമല്ലോ. ഇത് വചന ശുശ്രൂഷയാൽ ഉണ്ടാകുന്ന പ്രവചനമാകുന്നു എന്ന് ബൈബിളിൽ വിളിച്ചു പറയുന്നു. ഓരോരുത്തനെ പഠിക്കുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ആകുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനാലുള്ള പ്രവചനം പാപിയുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെട്ടു വരും. നാം വളരെ ശ്രദ്ധിക്കണം. സാക്ഷാൽ പ്രവചനം ആർക്ക് വേണ്ടിയാ? പാപിക്ക് വേണ്ടിയാ. എന്തിനു വേണ്ടി? പാപി ആരാധനയിൽ കടന്നു വരുമ്പോൾ അവൻ്റെ ഹൃദയ രഹസ്യങ്ങളെ ആത്മാവിലൂടെ പ്രവചിക്കുമ്പോൾ അവൻ കവിണ് വീണ് അവൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറയും. അവൻ മനം തിരിയും. അവൻ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കും. ഇത് പാപിക്ക് വേണ്ടിയുള്ള പ്രവചനമാണ്. ആത്മാവിനുള്ള പ്രവചനം പാപിക്ക് വേണ്ടി ആകുന്നു എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് പറയുന്നത് വചനത്താലുള്ള പ്രവചനമാണ് വാഞ്ചിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായം നന്നായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പ്രവചനം എന്ന് പറയുന്നത് ദൈവവചനം നാം സംസാരിക്കുമ്പോൾ പ്രവചനം ആ വചനത്തിലൂടെ കടന്നു വരും. ആ പ്രവചന വരമാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ വാഞ്ചിപ്പീൻ എന്ന് പറയുന്നത്. നാം പ്രവചനം എന്തെന്ന് മനസ്സിലാക്കണം. പ്രവചനം എന്തെല്ലാം? ഇന്ന് ഈ ക്ലാസ്സിൽ പ്രവചന വരം
തീരുകയില്ല. അടുത്ത ദിവസം കൂടെ ഞാൻ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ദൈവജനത്തിനു വേണ്ടിയുള്ള പ്രവചനം. ദൈവമക്കൾക്കുള്ള പ്രവചനം നേരത്തെ പറഞ്ഞല്ലോ, അത് 3 കൂട്ടം കാര്യമാണെന്ന്. ഒന്ന്, അത് ആത്മാവിന് വർധനമാണ്, പ്രബോധനമാണ്, ആശ്വാസമാണ്. ഈ കാര്യം ദൈവജനത്തിന് വേണ്ടിയുള്ള പ്രവചനം. രണ്ടാമത്, പാപിയുടെ മാനസാന്തരത്തിനായിട്ടുള്ള പ്രവചനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അടുത്ത 3-ാമത്തെ പ്രവചനം പൗലോസ് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണമായിരിക്കണം. വിശ്വാസത്തിന് ഒത്തവണ്ണമല്ലാത്ത പ്രവചനം ദൈവികമല്ല എന്നുള്ള കാര്യം എൻ്റെ കേൾവിക്കാരെ വളരെ ശ്രദ്ധിക്കുക. അടുത്തത്, ദൈവമക്കൾ ഭാവിയിൽ കർത്താവിന് വേണ്ടി എന്തെല്ലാം നിങ്ങളിലൂടെ ചെയ്യുന്നു എന്ന് ആത്മാവിൽ പറയുന്നത് അത് ദൈവമക്കളുടെ ശുശ്രൂഷയുടെ പുരോഗമനത്തിനു വേണ്ടിയുള്ള കാര്യമാകുന്നു. നമുക്കറിയാമല്ലോ, പൗലോസിന്റെ അരക്കച്ച കെട്ടിയിട്ട് പറഞ്ഞു, യെരുശലേമിൽ ബന്ധിക്കുമെന്നും അത് സംഭവിക്കുക ചെയ്തു. ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യം ശുശ്രൂഷയാകട്ടെ, പ്രതികൂലമാകട്ടെ, പ്രയാസമാകട്ടെ, ഇത് ഭാവിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള പ്രവചനമാകുന്നു. പ്രവചനം ഒരിക്കലും ഭൗതിക വരുമാനത്തിനു വേണ്ടി ഉള്ളതല്ല എന്ന് ബൈബിൾ ശക്തമായി പറയുന്നു. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരൊന്നും ഭൗതിക നേട്ടങ്ങളും ഭൗതിക നന്മകളും വരാൻ പോകുന്ന ഒന്നും തന്നെ പ്രവചിച്ചതായിട്ട് ഒരു തെളിവുമില്ല. 1-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാർ ആത്മീയമായ കാര്യമല്ലാതെ പണസമ്പാദ്യമോ പണം കിട്ടുമെന്നോ വീട് കിട്ടുമെന്നോ അങ്ങനെയുള്ള പ്രവചനം ബൈബിളിനകത്തില്ല. എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നു വിചാരിക്കും, അങ്ങനെ പലരും പ്രവചിക്കുന്നല്ലോ, അതെ ദൈവവചനമാണോ അല്ലയോ എന്ന് ദൈവവചനത്തിലൂടെ നിങ്ങൾ ചിന്തിക്കാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. തുടർന്ന് ബാക്കി ഭാഗം ഞാൻ അടുത്ത ദിവസം ദൈവവചനത്തിലൂടെ പഠിച്ച് പ്രാപിച്ച് ദൈവനാമത്തിന് വേണ്ടി ക്ലാസ് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകൾ എൻ്റെ ക്ലാസ് കേൾക്കുകയും അനവധി ആളുകളെ വിളിക്കുകയും എനിക്കറിയാവുന്ന മറുപടികളൊക്കെയും ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൻ്റെ സംഭവങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ എടുക്കുവാൻ ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കിയാൽ നമുക്ക് ഒരുങ്ങുക. ഭാരതത്തിലെ ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും ആ പ്രാർത്ഥനയിൽ സഹകാരികളാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.